ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. എന്താണെന്നറിയോ? ആ വാർത്ത ഇങ്ങനെയാണ്. ഏതൊരു പെൺകുട്ടി ദുബായിലേക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് ആണെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തിട്ട് ദുബായിൽ വിളിച്ചു വരുത്തി സെക്ഷലായിട്ട് അവർക്ക് ഡ്രഗ്സ് കൊടുത്ത്, ബോധം കെടുത്തുന്ന മരുന്നുകൾ കൊടുത്തിട്ട് അവരെ യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ന്യൂസ് കേട്ടിരിക്കുന്നത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുകയാണ് സിന്ധു. ഈ സിന്ധുവാണ് പല മോഹന വാഗ്ദാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് ഈ പെൺകുട്ടികളെ വിസയടക്കം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് ജോലിയടക്കം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിന് മുന്നിൽ എത്തിച്ച മോഡലിംഗ് കെണിയിൽ, അതായത് മോഡലിംഗിന്റെ പേരിൽ പെൺകുട്ടികളെ വിദേശ സെക്സ് റാക്കറ്റിന് മുന്നിലെത്തിച്ച കേസിന്റെ മുഖ്യ ആസൂത്രക സിന്ധു ആണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സിന്ധുവിനെ മുംബൈയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അതിനുശേഷം ഇന്നലെ കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിന്റെ നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്നലെയൊക്കെ അന്വേഷണ സംഘം പങ്കുവച്ചത്. എന്തായാലും സിന്ധുവിനെതിരായ ചില തെളിവുകൾ അന്വേഷണ സംഘം ഇതിനകം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ, വ്യാജ വാർത്തകളും വ്യാജ ന്യൂസുകളും വ്യാജ പ്രൊമോഷനുകളും വരാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അധികം അങ്ങനെയാണ്. പരസ്യങ്ങൾ, ആഡില്ലേ, നമ്മൾ ഓരോ ചില സമയം നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഒക്കെ നമുക്ക് ഓരോ പരസ്യങ്ങൾ വരാറുണ്ട്. എന്താ പറയുക, ആമസോൺ 199 ഉറുപ്പിക്ക് കാര്യമായ ജാക്കറ്റ്, കാര്യമായ അത്, കാര്യമായ ഇത്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. അതിൽ നമ്മൾ വെറും 190 ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല, നമ്മൾ പേ ചെയ്തിട്ട് വേണം അത് പർച്ചേസ് ചെയ്യാൻ. പക്ഷെ അതൊക്കെ വ്യാജമാണ്, അത് ആർക്കും അറിയില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളത് ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അത് വിശ്വസിക്കാം നമുക്ക് ധൈര്യത്തിൽ, കാരണം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതാണ്. അല്ലാതെ ക്യാഷ് കൊടുത്ത സാധനം, ഇപ്പോൾ അതായത് 99 ഉറുപ്പിക്ക് ഇത്ര നല്ല ജാക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. എനിക്ക് വരെ വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ വരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യമാണ്, നമുക്ക് ബുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഫേക്കാണ്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇമാതിരി എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട് എറണാകുളത്ത്. എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയുണ്ട്, അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാം. അവൾ ഇതേപോലെ സെക്സ് ആയിട്ട് ഒരുപാട് ഗേൾസിനെ ദുബായിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവിടെ അവരെ മുതലെടുക്കുന്ന രീതിയിൽ അവരെ യൂസ് ചെയ്യിപ്പിച്ച് അവൾ പൈസ ഉണ്ടാക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയല്ല, പല കള്ളത്തരവും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് മറ്റേ രീതിയിൽ അവരെ യൂസ് ചെയ്യിപ്പിച്ചിട്ട് വിടുക, എന്നിട്ട് ഇവള് പൈസ ഉണ്ടാക്കുക. ആ രീതിയിലുള്ള ഒരു പെണ്ണും കൂടെ എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം, എല്ലാ ഡീറ്റെയിൽസും മൊത്തം ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെവരൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച്, അതായത് ഞാൻ പറയണത് ഗേൾസിനോട് മാത്രമാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറയണം. നിങ്ങളൊരു പരസ്യമോ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് ഒറ്റയടിക്ക് ദുബായിക്ക് പോയാൽ അവർ പറയും, ഫോൺ വിളിച്ചിട്ട് പലതും പറയും. നിങ്ങൾക്ക് റൂം ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ, നിങ്ങൾക്ക് ഇന്നതാണ് ജോബ്, അങ്ങനെ. അവിടെ എത്തി അതൊന്നല്ല. ഞാൻ എൻ്റെ എക്സ് വൈഫും പോയത് അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ എൻ്റെ എക്സ് വൈഫും പോയി ഫസ്റ്റ് നമ്മൾ പോയ ഒരു ഷോപ്പുണ്ട്. നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ പോയതിൻ്റെ റീസൺ, ഒരാളെ വിശ്വസിച്ച് ഒരാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവരടുത്ത് പോയിട്ട് അവരാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ഭർത്താവിനെ നീ നാട്ടിൽ വിട്, നീ എന്തിനാ അവനെയും കൊണ്ട് വന്ന, നമുക്കിവിടെ അടിച്ചു പൊളിക്കുക, മറ്റേ ചെയ്യുക, ഇത് ചെയ്യുക. ആ പൂറനുണ്ട്, അങ്ങനത്തെ ഒരു മൈരനുണ്ട്, പോലടിച്ചിനെ മോൻ. അവനൊരു അപായ ഷോപ്പ് നടത്തുന്ന ഒരു മൈരനാണ്. അവൻ്റെ കാര്യം ഞാൻ പറയില്ല, പറയേണ്ടി വന്നാ ഞാൻ പറയും. അവൻ്റെ ഷോപ്പ് അടക്കം ഞാൻ ഇവിടെ ഫുൾ ഫ്രെയിമാക്കിയിട്ട് വെക്കും. അനക്കൊരു മൈരനും പേടിയില്ല, അത് വേറെ കാര്യം. പക്ഷേ മേലെ ആവേശം താഴെ ഭൂമി, അത്രേ ഉള്ളൂ. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും വരാനില്ല. സോ എനിക്ക് ഈ ദുനിയാവിൽ പഠിച്ചോനല്ലാണ്ട് വേറെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുഖത്തോക്കി പറയേണ്ട കാര്യം മുഖത്തോക്കിയിട്ട് തന്നെ പറയും. അത് എൻ്റെ ഒരു കാനൂൻ അങ്ങനെയാണ്. ഞാൻ ദുബൈയിൽ അനുഭവിച്ച പെയിൻ, ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ എത്ര എൻ്റെ വൈഫിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതാരും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ എക്സ് വൈഫിൻ്റെ കാര്യം കേട്ടോ പറയണേ. അതിൽ ഈ കാത്തർക്കുട്ടിയുടെ കുണ്ണ പൊലടി മോൻ വന്നിട്ട് പല മൈരും കാട്ടിയിട്ടുണ്ട്, പല വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞാനൊരു
എന്താ പറയാ, എനിക്കറിയാം സത്യം എന്താണെന്നുള്ളത്. സോ ഞാൻ ഈ പൂരന്റെ വർത്താനം, ഈ പൂരം ബാക്കിയുള്ളവരോട് പറയുന്നത്, ഈ കാത്തർക്കൽപ്പൊടിയില്ലേ പോലെടി പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞെങ്കിൽ വെറും എല്ലാ പെണ്ണിനെയും സെറ്റാക്കും. എന്നിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് അവളെ കുറേ യൂസ് ചെയ്യും, പല ആഗ്രഹങ്ങളും കൊടുക്കും, പല ഡ്രീമുകളും കൊടുക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അവളെ നേരിട്ട് വിളിച്ച് വരുത്തി എല്ലാ വീഡിയോ റെക്കോർഡെല്ലാം ചെയ്ത്, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ എല്ലാം കാണിപ്പിക്കും. വീഡിയോ കോളിലൂടെ അങ്ങനെ ആക്ക് എന്നെല്ലാം പറയും. എന്നിട്ട് കൈ പിടിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഓനെല്ലാം റെക്കോർഡ് ചെയ്യും കേട്ടോ. അത് വേറെ കാര്യം. ഓനെ ആര് ഫോൺ വിളിച്ചോ എല്ലാം റെക്കോർഡ് ചെയ്യും. വീഡിയോ കോൾ ആണെങ്കിലും എല്ലാ ഗേൾസിൻ്റെയും വീഡിയോ കോളോ റെക്കോർഡ് ചെയ്തതിന് ശേഷം അവസാനം ആ പെണ്ണ് ഇവൻ ഫ്രോഡാന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവള് പോകുമ്പോൾ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതാണ് ഈ കാതർക്കരിപ്പൊടിയുടെ പരിപാടി. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പിന്നെയും ഇവന്റെ വലയിലാക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, എണ്ണിത്തീരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, എത്രയോ ഗേൾസ് ഉണ്ട് ഓനിങ്ങനെ സെക്സ് ചെയ്ത ടീം. ഈ കാതർക്കരിപ്പൊടിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയണം. അപ്പോൾ അതേപോലെ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനും വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കണത്. കാരണം ഗേൾസുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കണ്ണടച്ച് ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് ഒരാൾ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ്, അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ച് ഇങ്ങനെ അവരെ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. നാളെ പിറ്റേന്ന് ഒരു ബ്ലാക്ക് മെയിൽ വരും. എൻ്റെ എക്സ് വൈഫും മരിച്ചതിൻ്റെ കാരണം ഒരു ബ്ലാക്ക് മെയിലാണ്. അത് ഈ കാതർക്കരിപ്പൊടിൻ്റെ ഒരു കസിൻ എന്നറിയപ്പെടുന്ന ഈ ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ട കാതർക്കരിപ്പൊടിൻ്റെ കസിനാണ് എന്ന് പറഞ്ഞറിയിച്ച ഒരുപാട് കമൻ്റ് എൻ്റെ വന്നിട്ടുണ്ട്. കാതർക്കരിപ്പൊടിൻ്റെ കസിനാണ് ഈ ബാച്ച എന്ന് പറയുന്ന മൈരം പൊലടിച്ച് പൂറിമോൻ. അവൻ എൻ്റെ എക്സ് വൈഫിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊലക്ക് കൊടുത്ത പൂരനാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തേക്കണത്. ഇപ്പം ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, എന്താ പറയുക, ഭയങ്കര പ്രൊമോഷന് ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഇങ്ങനെ മയില് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഭയങ്കര പ്രൊമോഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വീഡിയോ കാണുമ്പോൾ ചില സമയം പെണ്ണുള്ള അറിയാം ദുബായിൽ പ്രൊമോഷൻ, ദുബായ് നിങ്ങൾ എന്തെന്നാ വിചാരിക്കുന്നത്? ദുബായ് എന്ന് പറയുമ്പോൾ ദുബായിൽ ആകെ ബുർജ് ഖലീഫ അങ്ങനത്തെ കാണാനുണ്ട്. ഓക്കെ, വിസിറ്റ് ഇങ്ങനെ പോയിക്കോ, നിങ്ങൾ കറങ്ങാൻ പോയിക്കോ. ആ ഭർത്താവ് അനുവദിക്കുന്ന, ഭർത്താവ് സഹിക്കണ വേദന നിങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ദുബായിന്റെ വില മനസ്സിലാവാത്തത്. നിങ്ങളെ ഭർത്താവ് ഒരു പ്രവാസിയാണോ? കേരളം വിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണോ? അവരെ കാല് കഴുകി വെള്ളം കുടിക്കണം. അവരത്രയും കഷ്ടപ്പെട്ട്, അവരത്രയും അധ്വാനിച്ച്, അവരൊരു വേദന, അവരെ പെയിൻ, ആ ഒരു സുഖക്കേട് ഒന്നും അറിയിക്കാതെ നിങ്ങളെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളില്ലേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കും ദുബായ് അവിടെ സുഖം, നാട്ടിൽ വരുമ്പോൾ വെളുത്ത് സുന്ദരനായി തടിച്ചു വരുന്നു. എന്തുകൊണ്ട് തടിക്കണത്, എന്തുകൊണ്ട് വെളുക്കണത്, അതിങ്ങൾ മനസ്സിലാക്കിയാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കറക്റ്റായിട്ട് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തുകൊണ്ടറിയാം? ദുബായ് എന്ന് പറയുന്നത് രാത്രി നമ്മൾ പണി കഴിഞ്ഞ് റൂമിലെത്തി കടന്നുറങ്ങും. ഉറക്കം എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ള ഒരു ഉറക്കമാണ്. ആ ഉറക്കിൻ്റെ ഒരു സുഖമുണ്ട്, അത് വേറെ ലെവലാണ്. നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ എണീക്കണ പറഞ്ഞാൽ ഉറക്ക് തേഞ്ഞിട്ട് എണീക്കണല്ല, ഉറക്ക് മതിയായിട്ട് എണീക്കണല്ല. പണിക്ക് പോകണോ? നേരെ ഷോപ്പിലേക്ക് പോയി പണിക്ക് പോയിട്ട് ഇതേപോലെ രാത്രി ആ പണിക്ക് പോകുമ്പോഴും AC-യിലാണ് നമ്മൾ താമസിക്കുന്നത്, റൂമിലും നമ്മൾ AC-യിലാണ് താമസിക്കുന്നത്. ആ ഒരു വെളുപ്പാണ് മക്കളെ വരുന്നത്. നമ്മൾ എവിടെയും വെയിലത്ത് പണിയെടുക്കുന്നില്ല, അതിൻ്റെ ഒരു വെളുപ്പും സൗന്ദര്യവും. പിന്നെ 3 നേരം ഫുഡ് കഴിക്കും, കാരണം നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം വിശക്കണെന്ന് ഒരേ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ആ ഫുഡ് കഴിക്കണതിൻ്റെ തടിയും സൗന്ദര്യവുമാണ് ഈ ഗൾഫിൽ പോകുമ്പോൾ വെക്കണത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണം അവിടെ പോയിട്ട് നമ്മളെ കുത്തിയിരുന്ന് തടി വെക്കണതും സൗന്ദര്യം വെക്കണല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കണ തടികളും സൗന്ദര്യമാണത്.
എല്ലാ ഗേൾസും പറയുന്നു ഞാൻ ഗൾഫിൽ പോകുന്നു പണിയെടുക്കുന്നു. അപ്പോൾ അവരെ വിചാരം ഗൾഫ് ഭയങ്കര സംഭവമാണ്, 4 മൂലയിലുള്ള ജീവിതമാണെന്നുള്ളത് ഏതൊരു പൊന്നാറ മക്കൾക്കും അറിയില്ല. അത് ഇതേപോലെ സെക്സ് ആക്റ്റിൽ നമ്മൾ വേശികളായിട്ട് ജീവിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഈ ദുനിയാവിൽ നമുക്കില്ലടോ, മനസ്സിലായോ? അത് കണ്ട് സമാധാനിച്ച് ജീവിക്കുക. നിങ്ങളിഷ്ടം. എനിക്ക് പറയാൻ, ഞാൻ ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബറിൽ കുറച്ചെങ്കിലും വിവരമുള്ളവർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ മനസ്സിലാക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അവരൊരു വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എനിക്കിനി കൂടുതലൊന്നും പറയാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ അതുവരേക്കും ബൈ.